LDFും UDFും കൊണ്ടുപിടിച്ച ജാഥകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് CPIയുടെ മുതിർന്ന നേതാവായ C. ദിവാകരൻ തൻ്റെ ചില അനുഭവങ്ങൾ പങ്കുവച്ചത്. ഇതിനു മുൻപുള്ള സമയത്തുള്ളൊരു ജാഥയാണ് LDFിൻ്റെ ജാഥ. ക്യാപ്റ്റൻ പിണറായി വിജയനാണ്, വൈസ് ക്യാപ്റ്റൻ C. ദിവാകരൻ. നമുക്കറിയാം C. ദിവാകരൻ 3 തവണ മന്ത്രിയായിരുന്നു. ഇപ്പോൾ CPIയുടെ ദേശീയ കൗൺസിൽ അംഗം കൂടിയാണ്. അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ജാഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉച്ചഭക്ഷണത്തിന് സമയമായി. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈ പാർട്ടിയുടെ ആൾക്കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ചെന്നപ്പോൾ പിണറായി ചോദിച്ചു, എവിടെയാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആനത്തലവട്ടം ആനന്ദൻ സഖാവിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേ പിണറായി വിജയനൊരു ലേശ താല്പര്യം കുറഞ്ഞു. കാരണം പിണറായി വിജയനോടൊപ്പമല്ല ആനത്തലവട്ടം ആനന്ദൻ, VS അച്യുതാനന്ദനോടൊപ്പമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആഹാരം കഴിക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് താല്പര്യവുമില്ല. പക്ഷേ ചെന്ന് ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് അദ്ദേഹം വറുത്ത് വെച്ചിരിക്കുന്ന മീനിങ്ങനെ ഞെക്കി ചോദിച്ചിട്ട്, എന്ത് മീനാണ് ദിവാകരാന്ന് ചോദിച്ചു. അദ്ദേഹം പറയുന്നത് ചൂരയാണെന്ന് പറഞ്ഞു. പുള്ളി കൈ കഴുകി നേരെ പുറത്തേക്ക് ഇറങ്ങി, കഴിക്കാതെ പോയി. കാരണം C. ദിവാകരൻ പറഞ്ഞ അദ്ദേഹം ചൂരയൊന്നും കഴിക്കുകയല്ല. നമുക്കറിയാം സാധാരണക്കാരൻ്റെ മീനാണ് ചൂരയും അയിലയും മത്തിയൊക്കെയാണ് സാധാരണക്കാർ അവരുടെ ഇഷ്ടമീനുകൾ. പക്ഷേ പിണറായി വിജയന് 1ാം ക്ലാസ് ഭക്ഷണമായിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് മീനായിട്ടുള്ള നെമ്മീൻ തന്നെ വേണം. നമുക്കറിയാം ഇപ്പോൾ 1200 1300 രൂപയാണ് ഈ നെമ്മീൻ്റെ വില. അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇതൊരു തരംഗമായി. C. ദിവാകരൻ പറഞ്ഞു. C. ദിവാകരൻ മാതൃഭൂമി ചാനലുമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം കള്ളം പറഞ്ഞതല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവം. അത് പിണറായി വിജയനെ അധിക്ഷേപിക്കാനോ അപഹസിക്കാനോ ഒന്നും വേണ്ടി പറഞ്ഞതല്ല, പിണറായി വിജയൻ്റെ ശീലങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. നമുക്കറിയാം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഏറ്റവും നല്ല മത്സ്യത്തിൻ്റെ കഴിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യമൊക്കെ വേണ്ടേ, അപ്പോൾ അദ്ദേഹം കഴിച്ചോട്ടെ, നല്ലതാണ്. പക്ഷേ കഴിക്കുന്നത് നമുക്കറിയാം പൊതുജനങ്ങളുടെ നികുതി പിരിവിൽ നിന്നുള്ള ഇതുകൊണ്ടാണ് ഇവരൊക്കെ ഈ ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് അത് വേറെ സാധനം. അപ്പോൾ ഇതിങ്ങനെ ചാനലിൽ ചർച്ച വന്ന് അത് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തോടുകൂടി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശിവൻകുട്ടി രംഗത്ത് വന്നു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു, ഇത് വെറുതെയാണ്, C. ദിവാകരൻ്റെ ഓർമ്മ പിശകായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ C. ദിവാകരൻ പറഞ്ഞു, എനിക്ക് ഓർമ്മ പിശകൊന്നുമില്ല, അത് ശിവൻകുട്ടിയെക്കാളും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിച്ചത്. ആ ജാഥകളിൽ എവിടെയൊക്കെയാണോ ഞങ്ങൾ ഇരിക്കുന്നത് അവിടെയെല്ലാം ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്.